ഹലോ, ഇറ്റ്സ് മീ ശ്രുതി. അങ്ങനെ എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യവും വെക്കേഷന് ഒരു 3 വീക്സ് നാട്ടിൽ വന്നു. അപ്പോൾ ഇപ്രാവശ്യം വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻ്റെ കല്യാണം, അതായത് എൻ്റെ മാമൻ്റെ മോളെ കല്യാണമുണ്ട്, പിന്നെ അനിയത്തിൻ്റെ കല്യാണം ഉറപ്പിക്കൽ, അങ്ങനെ ഈ ഇതും പിന്നെ ഫ്രണ്ട്സുമായിട്ടൊരു ട്രിപ്പ്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ വർഷത്തെ വെക്കേഷൻ അടിച്ചു പൊളിച്ച് ഞാനിതാ ഇന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് കൂടി ഉണ്ടെന്ന്. അത് വേറൊന്നുമല്ല, ഇപ്രാവശ്യം ഞാൻ പോകുമ്പം എൻ്റെ കൂടെ അമ്മയും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നാട്ടിലേക്ക് എന്നെ ഒറ്റയ്ക്ക് എൻ്റെ മോൻ വിടാൻ തന്നെ കാരണം തിരിച്ച് അമ്മമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഷ്യൂരിറ്റിയിൽ കൊണ്ടാണ് വിട്ടത്. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞു, ഞങ്ങളിതാ ഉള്ളിൽ കയറി ഫ്ലൈറ്റിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ രാവിലത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊന്നും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിട്ടില്ല. എയർപോർട്ടിൽ നല്ല കത്തി റേറ്റാണ്. എന്നാലും ഒരു കോഫി കുടിച്ച്, പിന്നെന്താണ്, നമ്മുടെ പഴംപൊരിക്ക് ഇവിടെ എയർപോർട്ടിൽ 140 റുപ്പീസാണ് കേട്ടോ. സ്റ്റിൽ ഒരു പഴംപൊരിയൊക്കെ വാങ്ങിച്ച് ഇതൊക്കെ കുടിച്ച് ഇവിടെ നിൽക്കുമ്പോഴാണ് ആ സത്യം അറിഞ്ഞത് ഫ്ലൈറ്റ് ഡിലേ ആണെന്ന്. 9:20 ഫ്ലൈറ്റ് 4:55 ആണ് അവർ പറഞ്ഞേക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ തന്നെ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന് ഫൈനലി ഇതാ റൂമിലേക്ക് എത്തി. 4:55 എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് പിന്നെ പറഞ്ഞിരിക്കുന്ന ടൈം 6:10 ആണ് ഡിപ്പാർട്ടിങ് ടൈം പറഞ്ഞിരിക്കുന്നത്. ഇനി അത് 6:10 വന്നാൽ ഭാഗ്യം. പിന്നെ റൂമൊക്കെ തന്നതുകൊണ്ട് ഇവിടെ ഇരിക്കാം, റെസ്റ്റ് എടുക്കാം വെച്ചിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇവിടെ ഇങ്ങനെ റൂമിൽ ഇരിക്കുന്ന. ഫുഡൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സേമിയ ഉപ്മാവും ബ്രെഡും ഒക്കെ ആയിരുന്നു. ലഞ്ച് ബിരിയാണി മീൽസൊക്കെ ഉണ്ട്.